everyone, welcome to Competitive Cracker. ഞാൻ റിസാല. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് സീറ്റെറ്റ് പേപ്പർ 2 സയൻസിലെ നമുക്കറിയാം ബയോളജിയിലെ ഒരു ടോപ്പിക്കാണ് ദ വേൾഡ് ഓഫ് ലിവിങ്. അതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ്. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആവും. സോ ത്രൂ ഔട്ട് ദ വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which of the following organisms can be found in extreme saline condition എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ യൂബാക്ടീരിയ, ഓപ്ഷൻ ബി ആർക്കിബാക്ടീരിയ, ഓപ്ഷൻ സി സൈനോബാക്ടീരിയ ആൻഡ് ഓപ്ഷൻ ഡി മൈക്കോബാക്ടീരിയ. ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. എന്താണ് അവിടുത്തെ കീ പോയിന്റ്? എന്താ? എക്സ്ട്രീം സലൈൻ കണ്ടീഷൻ. ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമ്മൾ എപ്പോഴും നോക്കുക അതിന്റെ കീ പോയിന്റ് എന്താ നോക്കുക. എക്സ്ട്രീം സലൈൻ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അത്? ഹാലോഫൈൽസ് ആണ്. ഏതാണ്? ഹാലോഫൈൽസ് ആണ് എക്സ്ട്രീം സലൈൻ കണ്ടീഷനിൽ കാണാൻ സാധിക്കുന്നത് എന്ന് പറയാം. അതുപോലെ അപ്പൊ ഈ ഹാലോഫൈൽസ് എന്ന് പറയുമ്പോൾ ഏതിലാ വരിക? യെസ്, നമ്മുടെ ആർക്കെ ബാക്ടീരിയ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഈ ആർക്കെ ബാക്ടീരിയ നമുക്ക് 3 കാറ്റഗറൈസേഷനിൽ നമുക്ക് കാണാൻ സാധിക്കും. ഹാലോഫൈൽസ്, അതുപോലെ തന്നെ തെർമോ ആസിഡോഫൈൽസ് അഥവാ നമുക്ക് ഓരോന്നിനെ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് തെർമോ ആസിഡോ എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ, ഹൈ ടെമ്പറേച്ചറിലുള്ള ആസിഡിക് കണ്ടീഷനിലൊക്കെ ഉള്ള റീജിയനിൽ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഏതാണ്? മെത്തനോജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂമിനന്റ് ആയിട്ടുള്ള ഓർഗാനിസത്തിന്റെ അല്ലെങ്കിൽ ഓർഗാനിസത്തിന്റെ ഗട്ടിൽ കാണാൻ സാധിക്കുന്നതാണ് മെത്തനോജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹാലോഫൈൽസ് ഉണ്ട്, തെർമോ ആസിഡോഫൈൽസ് ഉണ്ട്, മെത്തനോജൻസ് ഉണ്ട്. ഇവർക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്? മീഥേൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ICBN സ്റ്റാൻഡ്സ് ഫോർ. ICBN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയിമിംഗ് സിസ്റ്റത്തിൽ വരുന്നതാണ്. നമുക്കറിയാം നോമൻക്ലേച്ചർ എന്ന് പറയുന്നത് നെയിമിംഗ് സിസ്റ്റം ആണ്. ഓർഗാനിസത്തിനെയും അതുപോലെ തന്നെ പ്ലാന്റ്സ് എല്ലാ സാധനത്തിനും നെയിം ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. അപ്പൊ അവർ അതിൽ ICBN ഉണ്ട്, ICZN ഉണ്ട്. അപ്പൊ അതിന്റെ എക്സ്പാൻഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇന്റർനാഷണൽ കോഡ് ഓഫ് ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ ആൻഡ് ഇന്ത്യൻ കോഡ് ഓഫ് ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ, ഇന്ത്യൻ കോൺഗ്രസ് ഓഫ് ബയോളജിക്കൽ നെയിംസ് ആൻഡ് ഇന്ത്യൻ കോൺഗ്രസ് ഓഫ് ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ. ഏതാണ്? സിമ്പിൾ ആയിട്ടുള്ള ആൻസർ ആണ്. ഇന്റർനാഷണൽ കോഡ് ഓഫ് ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ ആണ്. ഈ ICBN ആണ്. ഇതുപോലെ തന്നെ നമുക്ക് ഒരു കാറ്റഗറി കൂടി ഉണ്ട്, ICZN. ഈ ICZN എന്ന് പറയുമ്പോൾ Z എന്ന് പറയുമ്പോൾ എന്താണ്? ബാക്കി എല്ലാം സെയിം ആണ്. ഇസഡിന്റെ ഇവിടെ എന്താണ്? സുവോളജിക്കൽ നോമൻക്ലേച്ചർ എന്നുള്ളൊരു വ്യത്യാസം കൂടി ഉണ്ട്. ഇന്റർനാഷണൽ കോഡ് ഓഫ് ബയോളജിക്കലിന് പകരമായിട്ട് ഇവിടെ Z വരുമ്പോൾ എന്താ? സുവോളജിക്കൽ നോമൻക്ലേച്ചർ എന്നുള്ള പേരാണ് വരിക. ഇവർ രണ്ടുപേരാണ് എന്തിൽ വരുന്നത്? നമുക്ക് ഈ ഒരു നെയിമിംഗ് സിസ്റ്റത്തിൽ വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം നമ്മുടെ സീറ്ററ്റിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ ഓൾറെഡി വന്നു കഴിഞ്ഞു. എക്സാം വരുന്നത് അതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ ആപ്ലിക്കേഷന്റെ ലാസ്റ്റ് ഡേറ്റ് October 16 അപ്പൊ നമുക്ക് എക്സാം വരുന്നത് എന്താണ്? December 15 നമുക്ക് എക്സാം വരുന്നത്. അപ്പൊ ഇനി ഓൾമോസ്റ്റ് ഒരു 60 days ആണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ നമ്മുടെ ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങൾക്ക് പേപ്പർ 2 ക്ലാസ്സിന്റെ പുതിയ ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. പേപ്പർ 1 ആൻഡ് പേപ്പർ 2 ഉണ്ട്. സോ ഇതിന്റെ 60 daysന്റെ ഒരു പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം നമ്മുടെ ക്ലാസ്സസ് എന്ന് പറയുന്നത് റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസ് ഉണ്ടാകും, അതുപോലെ തന്നെ പ്ലസ് ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും. PDF നോട്ട്സ് അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളെ സ്വന്തം ഇവാലുവേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ പഠനം എവിടെ വരെ ആയി എന്നെല്ലാം അറിയാനൊക്കെ വേണ്ടി മോക്ക് ടെസ്റ്റുകളും നമ്മൾ അവൈലബിൾ ആണ്. വീക്ക്ലി മോക്ക് ടെസ്റ്റ് ഒക്കെ ഉണ്ടാവും. സോ ക്ലാസ്സിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. കാരണം നമുക്ക് ഇനി കുറച്ച് ദിവസങ്ങളാണ്, നമ്മുടെ 60 days ആണ്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഒരു ടൈം ടേബിൾ ബേസ്ഡ് ആയിട്ടുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ഈ പ്രാവശ്യത്തെ എക്സാം നിങ്ങൾക്ക് എന്തായാലും ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ മറക്കരുത്. അപ്പോൾ കൂടുതലായിട്ട് നമ്മുടെ കോഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ വേൾഡ് ഓഫ് ലിവിങ്, ഈ ഒരു പേപ്പർ 2 തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് കൂടിയാണ് ദ വേൾഡ് ഓഫ് ലിവിങ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് ഫോൾസ് അബൌട്ട് ദ ഫംഗൈ? ഫംഗൈയിൽ നമുക്ക് കിങ്ഡംസ് ക്ലാസിഫൈ ചെയ്യുമ്പോൾ അതിലൊരു കിങ്ഡമാണ് ആർച്ചിപിറ്റേക്കറിന്റെ 5 കിങ്ഡം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അതിലെ കിങ്ഡമാണ് കിങ്ഡം ഫംഗൈ. അതില് ഈ ഫംഗൈയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് തന്നിരിക്കുന്നത്. അതിൽ ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദേ ആർ യൂകാരിയോട്സ്, ദേ ആർ ഹെറ്ററോട്രോപ്സ്, ദേ പോസസ് എ പ്യുവർലി സെല്ലുലോസിക് സെൽ വാൾ, നൺ ഓഫ് ദി എബോവ്. നമുക്കറിയാം, നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഫംഗൈ എന്ന് പറയുന്നത് എന്താണ്? ഒരു യൂകാരിയോട്ട് ആണ്. അത് ഹെറ്ററോട്രോപ്സ് ആണ്. പക്ഷെ എന്തില്ല? ദ പോസസ് എ പ്യുവർലി സെല്ലുലോസിക് വോൾ. സെല്ലുലോസിക് വോൾ ആണ്. നമുക്ക് ആ ഒരു ബോക്സിൽ തന്നെ പഠിക്കാനുണ്ട്. ഇവിടെ എന്താ വരിക? കൈറ്റിനാണ് വരിക. എന്താണ് വരിക? സെൽ വോൾ കോമ്പോസിഷൻ എന്ന് പറയുമ്പോൾ കൈറ്റിനാണ് വരിക. സോ ആൻസർ എന്ന് പറയുന്നത് ഫോൾസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓർത്തിരിക്കുക. അടുത്തത്, കമ്പയർഡ് ടു ജീനസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ലെസ് ജനറൽ ഇൻ ക്യാരക്ടർ?
ഓപ്ഷൻ എ ഫാമിലി, ഓപ്ഷൻ ബി സ്പീഷീസ്, ഓപ്ഷൻ സി ഡിവിഷൻ, ഓപ്ഷൻ ഡി ക്ലാസ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? ജീനസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ജനറൽ ആയിട്ട് ലെസ് ജനറൽ ആയിട്ടുള്ള ക്യാരക്ടർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലെസ് ജനറൽ ഓർത്തിരിക്കുക, കീ പോയിന്റ് ഓർത്തിരിക്കുക. ഏതാ? ലെസ് ജനറൽ ഇൻ ക്യാരക്ടർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യെസ്, ഏതാണ്? സ്പീഷീസ് ആണ്. കാരണം നമ്മളിപ്പോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്തതിൽ നോക്കാം, കാറ്റഗറീസ് ഒക്കെയാണ്. ഈ സ്പീഷീസ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ? സ്പെസിഫിക് ക്യാരക്ടർ ആണ് ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്. സ്പെസിഫിക് ക്യാരക്ടർ ഏറ്റവും കൂടുതൽ ഉള്ളത് ആർക്കാണ്? നമ്മുടെ സ്പീഷീസിലാണ്. താഴോട്ട് വരുന്നതോറാണ് നമുക്ക് എന്ത് വരുന്നത്? സ്പെസിഫിക് ക്യാരക്ടർ. ജനറൽ ക്യാരക്ടർ ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണ്? കിണ്ടത്തിലാണ്. ജനറൽ ക്യാരക്ടർ, അല്ലെങ്കിൽ നമ്മൾ പറയാം കോമൺ ക്യാരക്ടർ. കോമൺ ആയിട്ടുള്ള ക്യാരക്ടർ ഏറ്റവും കൂടുതൽ വരുന്നത് എവിടേക്ക് പോകുന്നോറും? മുകളിലേക്ക് പോകും തോറുമാണ്. അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് ഏറ്റവും ലെസ് ആയിട്ടുള്ള ജനറൽ ക്യാരക്ടർ അല്ലെങ്കിൽ കോമൺ ക്യാരക്ടർ എവിടെ കാണാൻ സാധിക്കുക? സ്പീഷീസിലാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ ജനറൽ ക്യാരക്ടർ കാണാൻ സാധിക്കുന്ന എവിടെയാണ്? കിണ്ടത്തിലാണ്. അപ്പൊ ഓർത്തിരിക്കുക, നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? ലെസ് ജനറൽ ഇൻ ക്യാരക്ടർ. അത് ഏതിലാണെന്നാണ് ചോദിക്കുന്നത്. ജനറൽ ക്യാരക്ടർ കുറവ് എവിടെയായിരിക്കും? തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കുക. സ്പീഷീസ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും ആൻസർ? സ്പീഷീസ് തന്നെയായിരിക്കും. അതില്ല എന്നാണെങ്കിൽ മറ്റുള്ള സ്പീഷീസിന് മുകളിലുള്ളത് ഏതെങ്കിലും തന്നിട്ടുണ്ടാവും, ഹയർ ഓർഡർ തന്നിട്ടുണ്ടാവും. സോ അതനുസരിച്ച് നമ്മൾ ചൂസ് ചെയ്യുക. അടുത്തത്, എ പ്ലാന്റ് ദാറ്റ് ഹാസ് സീഡ്സ് ബട്ട് നോ ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ്. എന്താ ചോദിച്ചിരിക്കുന്നത്? പ്ലാന്റിനെ കുറിച്ചാണ് തന്നിരിക്കുന്നത്. അതിലെന്താ? സീഡ് ഉണ്ട്, പക്ഷെ എന്തില്ല? നോ ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ്. ആരാണ്? ബ്രയോഫൈറ്റ്സ് ആണോ, ജിംനോസ്പേം ആണോ, മോസസ് ആണോ, ടെറിഡോഫൈറ്റ്സ് ആണോ? ഏതാ? യെസ്, ഓഫ് കോഴ്സ് ജിംനോസ്പേം ആണ്. ബ്രയോഫൈറ്റ്സ് മോസസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. ബ്രയോഫൈറ്റ്സ് മോസസ് പഠിച്ചു, ടെറിഡോഫൈറ്റ്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇതില് സീഡ്സ്, ഇതിലൊന്നും സീഡ്സ് വരില്ല. നമുക്ക് ഇതിലൊന്നും സീഡ് നമുക്ക് ഒബ്സർവ് ചെയ്ത് കാണാൻ സാധിക്കുന്നില്ല അല്ലെ. പക്ഷേ ജിംനോസ്പേമിൽ നമുക്ക് സീഡ്സ് കാണാം. പക്ഷെ അവിടെ എന്ത് ചെയ്യുന്നില്ല? ദർ ഇസ് നോ ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ് ഇൻ ജിംനോസ്പേം. ജിംനോ എന്ന വേർഡിന്റെ അർത്ഥം തന്നെ എന്താണ്? നെയ്ക്കഡ് എന്നാണ്. നെയ്ക്കഡ് സീഡ് ആണ്. അപ്പൊ ഇതിന് എന്തുണ്ട്? സീഡ് ഉണ്ട്, പക്ഷേ ഫ്ലവേഴ്സോ ഇതോ ഇല്ല. അപ്പൊ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് പ്ലാന്റ്സിന്റെ ആ ഒരു പ്ലാന്റ് കിണ്ടത്തിന്റെ ക്ലാസിഫിക്കേഷൻ നമുക്കൊന്ന് നോക്കാം. പ്ലാന്റ് കിണ്ടത്തിനെ നമുക്ക് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ക്രിപ്റ്റോഗാമ എന്നും ഫെനറോഗാമ എന്നും തിരിച്ചിട്ടുണ്ട്. ക്രിപ്റ്റോഗാമ എന്ന് പറയുമ്പോഴേക്ക് നോൺ ഫ്ലവറിംഗ് ആൻഡ് നോൺ സീഡ് ബിയറിംഗ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഫസ്റ്റ് കേസിൽ വരിക. രണ്ടാമത്തെ കേസ് എന്ന് പറയുമ്പോൾ ഫ്ലവറിംഗും അതുപോലെ തന്നെ സീഡ് ബിയറിംഗ് ആയിട്ടുള്ളതാണ് നമുക്ക് രണ്ടാമത്തെ കേസിൽ വരിക. ഫസ്റ്റിൽ എന്ന് പറയുമ്പോൾ എന്താ? നോൺ ഫ്ലവറിംഗ് ആണെന്ന് പറഞ്ഞു, നോൺ സീഡഡ് ആണെന്ന് പറഞ്ഞു. അപ്പൊ നോൺ സീഡ് ബിയറിംഗ് പ്ലാന്റ്സ് ആണ്. അപ്പൊ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് താലോഫൈറ്റ ആണ്. താലോഫൈറ്റയിൽ എന്ന് വെച്ചാൽ എന്താ? ഇവിടെ ഒരു ഡിഫറൻസിയേഷൻ ഒന്നുമേ കാണാൻ സാധിക്കുന്നില്ല. അടുത്തത് ബ്രയോഫൈറ്റിലോ നമുക്ക് ഇവിടെ വാസ്കുലർ ടിഷ്യൂസ് ആബ്സെന്റ് ആണ്. പക്ഷേ നമുക്കിവിടെ ഒരു ചെറിയൊരു ലീഫ് ലൈക്ക് റൂട്ട് ലൈക്ക് ആയിട്ടുള്ള ഒരു നമുക്ക് എന്താണ്? ലീഫ് ലൈക്ക്, റൂട്ട് ലൈക്ക്, സ്റ്റെം ലൈക്ക് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ബ്രയോഫൈറ്റ്സിലാണ്. ആംഫിബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം ആണ് ബ്രയോഫൈറ്റ്സ്. ടെറിഡോഫൈറ്റ്സ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് എന്ത് കാണാൻ സാധിക്കുന്നുണ്ട്? വാസ്കുലർ ടിഷ്യൂസ് പ്രസന്റ് ആണ്. അതുപോലെ തന്നെ ബോഡി അഥവാ ആ ഒരു പ്ലാന്റ് ബോഡി ഇറ്റ് ഇസ് ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു റൂട്ട്, സ്റ്റെം, ലീഫ് ഒക്കെ ആയിട്ട് ഡിഫറൻസിയേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു കേസിൽ ഫസ്റ്റ് കാറ്റഗറിയിൽ അവിടെ എന്തില്ല? സീഡ്സ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് കേസിലേക്ക് വരുമ്പോഴേക്കും ഫെനറോഗാംസ് എന്ന് പറയുമ്പോൾ ഫ്ലവറിംഗ് ആണ്, സീഡ് ബിയറിംഗ് പ്ലാന്റ്സ് ആണ്. ഇവിടെ എന്ന് പറയുമ്പോൾ രണ്ടായിട്ട് വീണ്ടും എഗെയിൻ തിരിച്ചിരിക്കുന്നു, ജിംനോസ്പേമും ആൻജിയോസ്പേമും. ഇതിൽ ജിംനോ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താ? നെയ്ക്കഡ് എന്നാണ് അർത്ഥം. അപ്പൊ ബെയർ നെയ്ക്കഡ് സീഡ്സ് ആണ് ജിംനോസ്പേമിലുള്ളത്. എന്നാൽ ആൻജിയോ എന്ന് പറയുമ്പോൾ എൻക്ലോസ്ഡ് എന്നാണ് അതിന്റെ ആൻജിയോയുടെ അർത്ഥം. ദാറ്റ് മീൻസ് ഫ്രൂട്ട്സിന്റെ ഉള്ളിലായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ എന്ന് പറയുമ്പോൾ സീഡ്സ് പ്രസന്റ് ആണ്, ദാറ്റ് ഈസ് ഇൻസൈഡ് ദ ഫ്രൂട്ട്. ഈ ആൻജിയോസ്പേം എന്ന് പറയുന്നത് എന്താണ്? ഫ്ലവറിംഗ് ആയിട്ടുള്ള പ്ലാന്റ്സും കൂടിയാണ്. അപ്പൊ ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഒക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. അടുത്തത്, ഫ്ലെയിം സെൽസ് ആർ ദ എക്സ്ക്രീറ്ററി സ്ട്രക്ചേഴ്സ് ഫോർ വിച്ച് ഓഫ് ദി ഓർഗാനിസം? ആനലീറ്റ്സ് ആണോ, സീലൻഡ്രേറ്റ്സ് ആണോ, പ്ലാറ്റിഹെൽമിന്തസ് ആണോ, എക്കൈനോഡെർമേറ്റ്? അനിമൽ കിണ്ടത്തിൽ വരുന്നതാണ്. ഇതിലെന്ന് പറയുമ്പോൾ ഓരോന്നിന്റെ ക്യാരക്ടേഴ്സ് ഉണ്ട്. ആ ക്യാരക്ടേഴ്സ് പഠിക്കുമ്പോൾ തന്നെ സ്പെഷ്യലൈസ്ഡ് സെൽസ് ഒക്കെ എടുത്തു പറയുന്നുണ്ട് അതിന്റെ ഫംഗ്ഷൻസ്. അപ്പൊ അതുപോലെ ഓരോ ഓർഗൻസ് ഇപ്പൊ ചിലപ്പോൾ അതിന് ലൈഫ് പ്രോസസ്സ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഓരോ പാർട്സ് ഒക്കെ ആയിരിക്കും അതിൽ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള വേർഡ്സ് കാര്യങ്ങളെല്ലാം നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യുക. ഫ്ലെയിം സെൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്? പ്ലാറ്റിഹെൽമിന്തസ് ആണ് ഫ്ലെയിം സെൽസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനിമൽസിനെ നമ്മളിപ്പോൾ പ്ലാന്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു. ഈ ആനിമൽസിലും ഈ ഒരു ക്ലാസിഫിക്കേഷൻ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതെന്ന് വെച്ചാൽ ആനിമൽസ് കുറച്ചും കൂടി ഡെവലപ്ഡ് ആയത് കാരണം വ്യത്യസ്തമുണ്ട്. ഓർഗൻ സിസ്റ്റം ലെവൽ വരെ നമുക്ക് ആനിമൽസിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ തിരിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഈ ആനിമൽസിനെ സെല്ലുലാർ ലെവലിൽ എന്ന് പറയുമ്പോൾ സെല്ലുലാർ ലെവലിൽ മാത്രം കാണപ്പെടുന്ന ആരാണ്? നമ്മുടെ പൊരിഫെറയാണ്.
ടിഷ്യൂ ലെവലിൽ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് മൂന്നായിട്ട് നമുക്ക് തിരിക്കാം. ഒന്നെന്ന് പറയുമ്പോഴേക്കും സീലൻഡ്രേറ്റ, പ്ലാറ്റി ഹെൽമിന്തസ് തിരിക്കാം. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി ക്യാവിറ്റി ഒന്നും നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്നില്ല. അടുത്തത് നെമറ്റോഡ അഥവാ നമ്മൾ അഷ് ഹെൽമിന്തസ് എന്ന് പറയും. അഷ് ഹെൽമിന്തസ് എന്ന് പറയുന്നത് നെമറ്റോഡയാണ്. അവിടെ എന്താണ് കാണാൻ സാധിക്കുന്നത്? സ്യൂഡോ സീലോമാണ് കാണുന്നത്. ഇനി വരുന്ന കാറ്റഗറി എന്ന് പറയുന്നത് സീലോമേറ്റ്സ് ആണ്. ഈ സീലോമേറ്റ്സിനെ തന്നെ നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഒന്നെന്ന് പറയുന്നത് മീസോഡർമൽ സെൽസ് ഫ്രം എ സിംഗിൾ സെൽ ഡ്യൂറിംഗ് ദ ഗ്രോത്ത് ഓഫ് എംബ്രിയോ. അതിനെ നമ്മൾ തിരിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അനലിറ്റ്സും മൊളസ്കയും അതുപോലെ തന്നെ ആർത്രോപോഡയുമാണ് സീലോമേറ്റ്സിലെ ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത്. സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുമ്പോൾ സീലോം ഫോംഡ് ഫ്രം പൗച്ചസ് പിഞ്ചഡ് ഓഫ് ഫ്രം ദ എൻഡോഡം. അതാണ് അടുത്തെന്ന് പറയുന്നത്. ഇവിടെ നോട്ടോകോഡ് ഉള്ളതും നോട്ടോകോഡ് പ്രസന്റ് ആയിട്ടുള്ളതും ഇല്ലാത്തതുമായിട്ട് തിരിച്ചിട്ടുണ്ട്. നോട്ടോകോഡ് എവിടെ കാണുന്നില്ല? എക്കൈനോഡെർമേറ്റ്സിൽ കാണുന്നില്ല. പക്ഷേ നമുക്ക് നോട്ടോകോഡ് കാണാൻ സാധിക്കുന്നതാണ് കോർഡേറ്റ എന്നുള്ള രീതിയിൽ നമുക്ക് തിരിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ കോർഡേറ്റയെ നമുക്ക് വീണ്ടും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നോട്ടോകോഡ് പ്രസന്റ് ആകുന്ന അതിന്റെ ലൈഫ് പ്രോസസ്സിൽ ഏതൊക്കെ രീതിയിൽ പ്രസന്റ് ആവുന്നു അതനുസരിച്ച് നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ കേസിൽ നോട്ടോകോഡ് പ്രസന്റ് ഇൻ അറ്റ്ലീസ്റ്റ് ലാർവൽ ഫോം ബട്ട് വെരി റൂഡിമെന്ററി. ലാർവൽ ഫോംസിൽ മാത്രം കാണപ്പെടുന്നതിന് നമ്മൾ പ്രോട്ടോകോർഡേറ്റ എന്നും, എന്നാൽ ഈ നമ്മുടെ ബോഡിയിൽ ഈ നോട്ടോകോഡ് കുറച്ച് കഴിയുമ്പോൾ അഡൽട്സ് ആകുമ്പോഴേക്കും അവിടെ എന്താ വെർട്ടിബ്രൽ കോളം വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുന്നു. അവരെ നമ്മൾ എന്താ വെർട്ടിബ്രേറ്റ്സ് എന്നും തിരിക്കുന്നു. ഈ വെർട്ടിബ്രേറ്റ്സിനെ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതാണ് പിസസ്, ആംഫീബിയ, റെപ്റ്റീലിയ, ഏവ്സ്, മമ്മേലിയ. ഓക്കെ, ഓരോന്നിനും ഓരോ ക്യാരക്ടേഴ്സ് ഉണ്ട്. സ്കെയിൽസും ബോൺസും എൻഡോസ്കെലട്ടൻ ബോൺ കാർട്ടിലേജ് ഒക്കെ ഉള്ളതാണ് നമ്മുടെ പിസസ് എന്ന് പറയുന്നത്, ഫിഷസ് ഒക്കെ വരുന്നത്. അടുത്തത് ഗില്ല്. ലാർവൽ സ്റ്റേജിൽ നമുക്ക് ഗിൽസ് കാണാൻ സാധിക്കുന്നു. എന്നാൽ കുറച്ചുകൂടി അഡൽട്ട് ആകുമ്പോൾ ലങ്സ് കാണാൻ സാധിക്കുന്നു. സ്ലൈമി സ്കിന്നൊക്കെ ആയിരിക്കും, നമുക്ക് ഫ്രോഗ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അതൊക്കെയാണ് ആംഫീബിയസിൽ വരുന്നത്. അടുത്തത് എക്സോസ്കെലട്ടൻ. പുറമേ നമുക്ക് സ്കെയിൽസ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് വെള്ളത്തിന് പുറത്തായിട്ട് മുട്ട വിടുന്ന ഓർഗാനിസംസ് ഒക്കെ വരുന്നതാണ് റെപ്റ്റൈൽസിൽ വരുന്നത്. പിന്നെ നമുക്ക് വരുന്നത് ഫെദേഴ്സ് ഒക്കെ ഉള്ളത് ആരാ? ഏവ്സ് ആണ്. ബേർഡ്സ് കാറ്റഗറീസ് വരുന്നത്. പിന്നെ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാമൽസ് ആണ്. അത് യങ് വൺസിന് ബർത്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ രീതിയിലാണ് നമ്മുടെ ആനിമൽസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അടുത്തത് അതിൽ നിന്ന് തന്നെ ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ആനിമൽ കിണ്ടത്തിൽ നിന്നുള്ള ബേസ് ചെയ്തിട്ടുള്ള ഫൈലം പെരിഫെറ ഈസ് ക്ലാസിഫൈ ബേസ്ഡ് ഓൺ ബ്രാഞ്ചിങ്, സിമെട്രി, സ്പിക്യൂൾസ്, റീപ്രൊഡക്ഷൻ. എന്തിന്റെ ബേസിസിലാണ്? യെസ്, സ്പിക്യൂൾസിന്റെ ബേസിസിലാണ് നമുക്ക് എന്തിനെ തിരിക്കാൻ സാധിക്കുന്നത്? പൊരിഫെറയെ തിരിക്കാൻ സാധിക്കുന്നത്. അവിടെ സിമെട്രി ഒന്നും നമുക്ക് അവിടെ അസിമെട്രിക്കലാണ്. സിമെട്രി ഒന്നും നമുക്ക് അവിടെ പറയാൻ സാധിക്കില്ല. ബ്രാഞ്ചിങ് ഒന്നും നമുക്ക് റിപ്രൊഡക്ഷൻ ഒന്നും നമുക്ക് അവിടെ പറയാൻ സാധിക്കില്ല. എന്തിന്റെ കേസിൽ? പൊരിഫെറയിലെ കേസിൽ. ഓക്കെ, ഇനി റേഡിയൽ സിമെട്രി ഈസ് ഫൗണ്ട് ഇൻ ഓപ്ഷൻ എ സീലൻഡ്രേറ്റ ആൻഡ് പ്ലാറ്റി ഹെൽമിന്തസ്, ഓപ്ഷൻ ബി സീലൻഡ്രേറ്റ ആൻഡ് എക്കൈനോഡെർമേറ്റ, ഓപ്ഷൻ സി ആർത്രോപോഡ ആൻഡ് മൊളസ്ക, ഓപ്ഷൻ ഡി പൊരിഫെറ ആൻഡ് സീലൻഡ്രേറ്റ. ഇത് നമുക്ക് റേഡിയൽ സിമെട്രി നമുക്ക് പറയുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് പ്ലെയിനിലൂടെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈക്വൽ ഹാഫ്സ് കിട്ടുന്നു. അതിന്റെ ബേസിസിൽ പല ബൈലാറ്ററൽ സിമെട്രി ഉണ്ട്, റേഡിയൽ സിമെട്രി ഒക്കെ പഠിക്കാനുണ്ട്. എസിമെട്രിക്കൽ ആയിട്ടുള്ള ഓർഗാനിസംസും ഉണ്ട്. അപ്പോൾ അതിലിവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റേഡിയൽ സിമെട്രി നമുക്ക് എവിടെ കാണാൻ സാധിക്കുന്നു? എവിടെയാണ്? ഓപ്ഷൻ ബി ആണ്, സീലൻഡ്രേറ്റ ആൻഡ് എക്കൈനോഡെർമേറ്റ. അപ്പൊ നമുക്കൊന്ന് നോക്കാം. ഈ ഒരു ബോക്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ഉള്ളതാണ്. ഏതാ? ആനിമേലിയ മൾട്ടി സെല്ലുലാർ ആണ്. അതിന്റെ ലെവൽ ഓഫ് ഓർഗനൈസേഷനിൽ നമ്മൾ സെല്ലുലാറും ടിഷ്യൂ ഓർഗൻ സിസ്റ്റത്തിലേക്ക് തിരിച്ചു. ഇതിൽ പൊരിഫെറയിൽ നമുക്ക് എന്തില്ല? സിമെട്രി ഒന്നും നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നില്ല കേട്ടോ. ഇനി റേഡിയൽ സിമെട്രി കാണാൻ സാധിക്കുന്നത് സീലൻഡ്രേറ്റ്, അതിനെ നമ്മൾ പറഞ്ഞ നിഡേരിയ, ടീനോഫോറ, ഇതിലാണ് നമ്മൾ റേഡിയൽ സിമെട്രി കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഒരു എക്സെപ്ഷൻ വരുന്നത് എക്കൈനോഡെർമേറ്റയുടെ അഡൽട്ട് കേസിലും നമുക്ക് എന്ത് കാണാൻ സാധിക്കുന്നുണ്ട്? റേഡിയൽ സിമെട്രി കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ ക്വസ്റ്റ്യൻ വന്നപ്പോൾ സീലൻഡ്രേറ്റ ആൻഡ് എക്കൈനോഡെർമേറ്റ റേഡിയൽ സിമെട്രി എന്ന് പറയാൻ കാരണം. പക്ഷെ ഇവിടെ എന്താണ്? നമുക്ക് ബൈലാറ്ററൽ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു എക്സെപ്ഷൻ നമുക്ക് ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്, സ്റ്റാർ ഇട്ടിട്ട് പോയിന്റ്. അതെന്താണ്? അതിന്റെ റേഡിയൽ സിമെട്രിയും ബൈലാറ്ററൽ സിമെട്രിയും അതിന്റെ സ്റ്റേജ് അനുസരിച്ച് കാണിക്കുന്നുണ്ട്. റേഡിയൽ സിമെട്രി അഡൽട്ടിലും ബൈലാറ്ററൽ സിമെട്രി ലാർവൽ സ്റ്റേജിലുമാണ് എക്കൈനോഡെർമേറ്റ്സിൽ കാണുന്നത്. അതൊന്ന് ഓർത്തിരിക്കുക. ബൈലാറ്ററൽ സിമെട്രി കാണുന്നത് ഏതിലേക്കാ? പ്ലാറ്റി ഹെൽമിന്തസ്, അഷ് ഹെൽമിന്തസ്, അനലിഡ, ആർത്രോപോഡ, മൊളസ്ക. എക്കൈനോഡെർമേറ്റയിൽ നമ്മൾ പറഞ്ഞു ലാർവൽ ഫോംസിലെ ഹെമികോഡേറ്റ ആൻഡ് കോഡേറ്റയിലൊക്കെ എന്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്? ബൈലാറ്ററൽ സിമെട്രി കാണാൻ സാധിക്കുന്നുണ്ട്. അടുത്തത്, this cell organelle does not contain DNA. DNA ഇല്ലാത്ത സെൽ ഓർഗനൽ ഏതാണ്? ന്യൂക്ലിയസ്, മൈറ്റോകോൺട്രിയ, ലൈസോസോംസ് ആൻഡ് ക്ലോറോപ്ലാസ്റ്റ്. ഏതിലാണ്? യെസ്,
ഓഫ് കോഴ്സ് ലൈസോസോംസിൽ നമുക്ക് എന്ത് അതിന്റെ DNA ഒന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല, പക്ഷെ ന്യൂക്ലിയസിൽ നമുക്ക് DNA കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മൈറ്റോകോൺട്രിയയിലും ക്ലോറോപ്ലാസ്റ്റിലും അതിൻ്റെതായിട്ടുള്ള എന്താണ് DNA കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മൈറ്റോകോൺട്രിയയും ക്ലോറോപ്ലാസ്റ്റും എന്താണ് സെമി ഓട്ടോണോമസ് ആണെന്ന് പറയാൻ കാരണം അവർക്ക് സ്വന്തമായിട്ട് പ്രോട്ടീനൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് ഉണ്ട്. അടുത്തത്, an unripe green fruit changes color when it ripens, the reason being. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ നോക്കാം, അൺറൈപ്പ് ആയിട്ടുള്ള ഗ്രീൻ ഫ്രൂട്ട് കളർ ചേഞ്ച് ചെയ്യുന്നു റൈപ്പൺ ചെയ്ത് കഴിയുമ്പോൾ. അപ്പൊ ഗ്രീനിൽ നിന്നുള്ള ട്രാൻസ്ഫോർമേഷൻ ആണ്, ഗ്രീൻ കളറിൽ നിന്നും വേറൊരു കളറിലേക്ക് ട്രാൻസ്ഫോം ചെയ്തു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. റീസൺ എന്താണ്? ഓപ്ഷൻ എ, ക്രോമോപ്ലാസ്റ്റ് ചേഞ്ചസ് ടു ക്ലോറോഫിൽ. ഓപ്ഷൻ ബി, ക്രോമോപ്ലാസ്റ്റ് ചേഞ്ചസ് ടു ക്രോമോസോം. അടുത്തത്, ക്രോമോസോംസ് ചേഞ്ചസ് ടു ക്ലോറോപ്ലാസ്റ്റ്. ഓപ്ഷൻ ഡി, ക്ലോറോപ്ലാസ്റ്റ് ചേഞ്ചസ് ടു ക്രോമോപ്ലാസ്റ്റ്. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഇതിൽ കൺഫ്യൂഷൻ ആയിട്ടൊന്നുമില്ല. കാരണം വെച്ചാൽ ഗ്രീൻ ഫ്രൂട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഗ്രീൻ ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ ഗ്രീൻ കളർ കൊടുക്കുന്നത് ആ ഒരു ഭാഗം നമുക്കറിയാൻ പറ്റും ക്ലോറോപ്ലാസ്റ്റ് എന്നുള്ളത് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ക്ലോറോഫിൽ ഉണ്ടെങ്കിൽ നമുക്ക് അതും ഓപ്ഷൻ നോക്കാം. അപ്പൊ ഇവിടെ ആകെ വന്നിരിക്കുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒമിറ്റ് ചെയ്ത് കളയാൻ പറ്റും ബാക്കിയുള്ള ഓപ്ഷൻസ് എല്ലാം. കാരണം ഇവിടെ ഫസ്റ്റ് ഒക്കെ ക്രോമോപ്ലാസ്റ്റും ക്രോമോസോംസ് ആണ് വന്നത്. അപ്പൊ ആകെ ഈ ഓപ്ഷൻ ഡി മാത്രമാണ് വന്നിരിക്കുന്നത്, ക്ലോറോപ്ലാസ്റ്റ്. അപ്പൊ ഇവിടെ എന്താ, ക്ലോറോപ്ലാസ്റ്റ് ക്രോമോപ്ലാസ്റ്റിലേക്ക് ചേഞ്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഓക്കെ, അടുത്തത്, ദിസ് jelly like substance inside the plasma membrane in which all cell organelles are floating is. നമ്മുടെ സെല്ലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. സെല്ലിന്റെ ഉള്ളിൽ കാണപ്പെടുന്ന ജെല്ലി സബ്സ്റ്റൻസ് അത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെയാണ് നമ്മുടെ എല്ലാ സെൽ ഓർഗനൽസും ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നതെന്നാണ് പറയുന്നത്. സൈറ്റോപ്ലാസം ആണോ, ടോണോപ്ലാസം ആണോ, കാരിയോപ്ലാസം ആണോ, സെൽ സാപ്പ് ആണോ? ഏതാണ്? സൈറ്റോപ്ലാസം ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ സെല്ല് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് ആനിമൽ സെല്ലാണ്. നമുക്ക് ഇവിടെ ചുറ്റുമായിട്ടൊക്കെ സെൽ മെംബ്രെയിൻ കാണാൻ സാധിക്കും. പ്ലാസ്മ മെംബ്രെയിൻ ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി ഇതിന്റെ ഉള്ളിൽ സെൽ മെംബ്രെയിൻ, പിന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ന്യൂക്ലിയസ് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെ കാണാൻ, ന്യൂക്ലിയോലസ് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇതിനോട് അറ്റാച്ച് ചെയ്ത് കാണാൻ സാധിക്കുന്നത് എന്താണ്? നമുക്ക് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ദെൻ ഗോൾഗി കോംപ്ലക്സ് കാണാൻ സാധിക്കുന്നു. പവർ ഹൗസ് ഓഫ് ദ സെൽ ആയിട്ടുള്ള മൈറ്റോകോൺട്രിയ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള പല സ്ട്രക്ചേഴ്സ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾ പഠിക്കാൻ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഓരോന്നിന്റെ ഫംഗ്ഷൻസ്, പ്ലാസ്മ മെംബ്രെയിൻ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഇതൊക്കെ ടെക്സ്റ്റിൽ നമുക്ക് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഓരോന്നിന്റെ ഫംഗ്ഷൻസ്, ഓരോ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഓരോ ഓർഗനൽസ്, സെൽ ഓർഗനൽസ് എടുത്തു കഴിഞ്ഞാലും ആ സെൽ ഓർഗനൽസിൽ എല്ലാത്തിനും അതിന്റെ പെർട്ടിക്കുലർ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഒരു കീ പോയിന്റ് അതിൻ്റെ അകത്ത് കിടക്കുന്നുണ്ടാവും. അപ്പൊ അതെല്ലാം കറക്റ്റ് ആയിട്ട് പോയിന്റ് ഔട്ട് ചെയ്ത് ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് തന്നെ നമ്മൾ പഠിക്കുക. എക്സാമിനായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓരോ കാര്യങ്ങളും ഓരോ പോയിന്റ്സിനും ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് പഠിക്കണം. അപ്പോൾ നമുക്കറിയാം ഇനി എക്സാമിന് നമ്മുടെ ഈ ഒരു ഡിസംബർ 15-നാണ് എക്സാം. എല്ലാവർക്കും അറിയാലോ. അപ്പൊ അധികം ദിവസങ്ങളൊന്നുമില്ല, 16 ഡേയ്സ് ഉള്ളൂ. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാനിങ്ങിലൂടെ നിങ്ങൾ പഠിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു എക്സാം ക്വാളിഫൈ ചെയ്തെടുക്കാൻ സാധിക്കും. അതിന് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഗൈഡൻസും നിങ്ങൾക്ക് ആവശ്യമാണ്. അതിനായിട്ട് ടീം കോമ്പറ്റേറ്റീവ് ട്രാക്കർ നിങ്ങളുടെ ഒപ്പം ഉണ്ട്. അപ്പോൾ കൂടുതലായിട്ട് നമ്മുടെ കോഴ്സിനെ കുറിച്ച് അറിയാൻ വേണ്ടി നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസിനായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും നമുക്ക് ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണാം. താങ്ക്